എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ GAMAT 101 മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പാർട്ട് 7ലേക്കാണ് നമ്മളിനി പ്രവേശിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്ന ടോപ്പിക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിരുന്നു. എങ്ങനെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാം മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമുക്ക് നേരെ ആ ടോപ്പിക്കിലേക്ക് കയറാം. ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി മുതൽ ഇതേപോലെ 7 മണിയാകുമ്പോഴത്തേക്കിന് നമുക്ക് ലൈവ് സെഷൻ ഉണ്ടാവും. ലൈവിൽ എല്ലാവരും ആക്റ്റീവായിട്ട് ഉണ്ടാവണം. നമുക്ക് ലൈവിൽ തന്നെ നമുക്ക് റെസ്റ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും കൂടെ നല്ല രീതിയിൽ ഉണ്ടാവണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ലൈവ് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാവും കേട്ടോ. യെസ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്? സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഇറ്റ് ജസ്റ്റ് എക്സ്റ്റെൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ കോൺസെപ്റ്റിനെ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ സെക്കൻഡ് ഓർഡറിലേക്കൊക്കെ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ടു പ്രൊവൈഡ് ഡീപ്പർ ഇൻസൈറ്റ് ടു കർവേച്ചർ ആൻഡ് കോൺകേവിറ്റി ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ കർവേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാനും കോൺകേവിറ്റി മനസ്സിലാക്കാനും ഒക്കെയാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഫോർ മൾട്ടി വേരിയബിൾസ് അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഓക്കെ, അതായത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ശ്രദ്ധിച്ചിരിക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കുക. എഫ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ശരിയല്ലേ? എഫ് എക്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ശരിയാണല്ലോ, കാരണം വൈ സ്ക്വയറിൽ എക്സ് ഇല്ല. എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഓൾറെഡി നമ്മൾ എഫ് എക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്നും കൂടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? എഫ് എക്സ് എക്സ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഓൾറെഡി പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു വെച്ചിട്ടുള്ളതിനെ ഒന്നും കൂടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അതിനെയാണ് നമ്മൾ ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. അതായത് 2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 വരും. അപ്പോൾ ആൻസർ എന്താണ് വരിക? 2 ആണ് ആൻസർ വരിക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കി വെച്ചോളൂ. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഓഫ് 2 വേരിയബിൾസ്, 2 വേരിയബിൾസ് വരുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിൻ്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ബൈ ടേക്കിംഗ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെയാണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. ശരിയാണല്ലോ. ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്, ഇതൊരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അതാണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമുക്ക് വേണമെങ്കിൽ എന്തുകൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം? എക്സ് കൊണ്ട് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം. ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാം, ശരിയല്ലേ? ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നതാണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. ഇതൊരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ശരിയാണല്ലോ. ഇനി
ഈ എഫിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിനെ നമുക്ക് എക്സ് കൊണ്ട് മാത്രമല്ല വൈ കൊണ്ട് വേണേലും പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം. ഡോ ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. അതിനെ മിക്സഡ് ഡെറിവേറ്റീവ് എന്നാണ് നമ്മൾ വിളിക്കുക. അതെന്താണ് സംഗതി? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. ക്ലിയർ ആണല്ലോ. ഇനി ഈ ഡോ എഫ് ബൈ ഡോ വൈനെ നമുക്ക് വേണമെങ്കിൽ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. അതും ഒരു മിക്സഡ് ഡെറിവേറ്റീവ് ആണ്. അതെന്താണ് സാധനം? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. ശരിയല്ലേ? ഡോ സ്ക്വയർ എഫ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡോ വൈ. സോ ഇതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നുള്ള പേരിട്ട് വിളിക്കുക. അപ്പം ഇങ്ങനെ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. സാധാരണഗതിയിൽ 2 എണ്ണമാണ് ചോദിക്കാറുള്ളത്. 4 എണ്ണവും ചോദിക്കും. ഫൈൻഡ് ഓൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ 4 സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകളും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നൊട്ടേഷൻസും കൂടെ നമ്മളൊന്ന് ഓർത്ത് വെക്കണേ. ഇത് ഒരു നൊട്ടേഷൻ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. അതിനെ വേണമെങ്കിൽ നമുക്ക് എഫ് എക്സ് എക്സ് എന്ന് നൊട്ടേറ്റ് ചെയ്യാം. അതായത് എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതിനെ ഒന്നും കൂടെ എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയറിനെ എഫ് വൈ വൈ എന്ന് നൊട്ടേറ്റ് ചെയ്യാം. വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതിനെ ഒന്നും കൂടെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സിനെ എഫ് എക്സ് വൈ എന്ന് നൊട്ടേറ്റ് ചെയ്യാം. അതായത് എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതിനെ കണ്ടോ, ആദ്യം നമ്മൾ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതിനെ അതിനുശേഷം വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. അപ്പം ആ നൊട്ടേഷൻ എഫ് എക്സ് വൈ എന്നാണ് വരിക. അതേപോലെ തന്നെ അടുത്ത നൊട്ടേഷൻ എങ്ങനെയാണ് വരിക? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈനെ എഫ് വൈ എക്സ് എന്നാണ് നൊട്ടേറ്റ് ചെയ്യുക. ആദ്യം വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതിനെ പിന്നെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. ഓക്കെ. അപ്പോൾ ഈ നൊട്ടേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊന്നും പോകരുത്. നൊട്ടേഷൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പോൾ ഈ മിക്സഡ് വരുമ്പോഴാണ് പലർക്കും പ്രശ്നം നൊട്ടേഷൻ്റെ കാര്യത്തിൽ. അതൊന്ന് ഓർത്ത് വെച്ചോണേ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ ആദ്യം നമ്മൾ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. അത് കഴിഞ്ഞ് വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. ഇനി എഫ് എക്സ് വൈ കണ്ടുപിടിക്കാനാണെങ്കിൽ നേരെ തന്നെ ആദ്യം എക്സ് കൊണ്ട് പിന്നെ വൈ കൊണ്ട്. ഓക്കെ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ഡോ വൈ ആണെങ്കിൽ ആദ്യം വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. അത് കഴിഞ്ഞ് എക്സ് കൊണ്ട് എടുക്കും. എഫ് വൈ എക്സ് എന്ന് പറഞ്ഞാലും ആദ്യം വൈ കൊണ്ട് എടുക്കും പിന്നെ എക്സ് കൊണ്ട് എടുക്കും. ഓക്കെ. അപ്പോൾ അത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ നൊട്ടേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്തുണ്ടാവരുത്? കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അത് ഡയറക്റ്റ്ലി പ്രശ്നം ഉണ്ടാവില്ല. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് എഫ് എക്സ് എക്സ് ആണ്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് എഫ് വൈ വൈ ആണ്. അതിനകത്ത് ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. മിക്സഡ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ അത് എഫ് എക്സ് വൈ ആണ്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറഞ്ഞാൽ അത് എഫ് വൈ എക്സ് ആണ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിച്ചോട്ടെ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി ഓഫ് ഇക്വാലിറ്റി ഓഫ് മിക്സഡ് പാർഷ്യൽസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. പ്രോപ്പർട്ടി ഓഫ് ഇക്വാലിറ്റി ഓഫ് മിക്സഡ് പാർഷ്യൽസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് തൊട്ട് മുൻപത്തെ സ്ലൈഡിൽ നമ്മളൊരു കാര്യം പഠിച്ചു. മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഒരു അടിസ്ഥാന ധാരണ. അതിൻ്റെ 2 മിക്സഡ് ഡെറിവേറ്റീവ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്, 2 ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. അതായത് എഫ് എക്സ് വൈ എഫ് വൈ എക്സ്. ഇവന്മാർ രണ്ടുപേരും എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. അതിനെയാണ് പ്രോപ്പർട്ടി ഓഫ് ഇക്വാലിറ്റി ഓഫ് മിക്സഡ് പാർഷ്യൽസ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. അതായത് മിക്സഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ. മിക്സഡ് ആയിട്ട് വരുന്ന സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അത് കാൽക്കുലസിലെ തന്നെ ഒരു ഫണ്ടമെൻ്റൽ റിസൾട്ടാണ്. റിസൾട്ട് ഒന്ന് നോക്കിക്കേ. ഫണ്ടമെൻ്റൽ റിസൾട്ട് ഇൻ മൾട്ടിവേരിയബിൾ കാൽക്കുലസ് ഈസ് ദാറ്റ് അണ്ടർ സെർട്ടൈൻ കണ്ടീഷൻസ്, ചില കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക എല്ലാവരും. മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ എന്താണ്? ഈക്വൽ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ എക്സ് എന്ന് പഠിക്കാം. അല്ലെങ്കിൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. ഇതിനെയാണ് നമ്മൾ ഏത് റൂൾ എന്ന് പറയുക? പ്രോപ്പർട്ടി ഓഫ് ഇക്വാലിറ്റി ഓഫ് മിക്സഡ് പാർഷ്യൽസ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ തിയറത്തിനെ നമ്മൾ വിളിക്കുന്ന
പേരാണ് ക്ലെയർ-ഔട്ട്സ് തിയറം കേട്ടോ. ആ ഒരു പേരും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്ലെയർ-ഔട്ട്സ് തിയറം എന്നാണ് ഈ ഒരു പർട്ടിക്കുലർ തിയറം അറിയപ്പെടുന്നത്. ദ മിക്സഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ. എഫ് എക്സ് വൈ എന്ന് പറയുന്നത് എഫ് വൈ എക്സിന് ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈക്ക് ഈക്വൽ ആണ്. മിക്സഡ് ആയിട്ട് വരുന്ന സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണ്. ആ തിയറത്തിനെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കും? ക്ലെയർ-ഔട്ട്സ് തിയറം എന്നുള്ള പേരിട്ട് വിളിക്കും. ക്ലിയർ ആണോ? സെറ്റ് ആണെന്ന് പ്രതീക്ഷിച്ചോട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വാലിറ്റി ഓഫ് മിക്സഡ് പാർഷ്യൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓഫ് ഇക്വാലിറ്റി ഓഫ് മിക്സഡ് പാർഷ്യൽസ് എന്ന് പറയുന്നത്. മിക്സഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ എന്നാണ് ആ ഒരു പ്രോപ്പർട്ടിയുടെ പേര്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണേ. യെസ്, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അതിലെ ആദ്യത്തെ ചോദ്യം നോക്കുക നമുക്ക്. നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ക്യൂബ് വൈ പ്ലസ് 2xy² ആണ്. ഫൈൻഡ് ഓൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. എല്ലാ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കണ്ടുപിടിക്കണം? എഫ് എക്സ് വേണം, എഫ് വൈ വേണം, എങ്കിലേ നമുക്ക് അടുത്തതിലേക്ക് സെക്കൻഡ് ഓർഡറിലേക്ക് വന്നിട്ടില്ല. സെക്കൻഡ് ഓർഡറിൽ വരുമ്പോൾ എഫ് എക്സ് എക്സ് വേണം, എഫ് വൈ വൈ വേണം, എഫ് എക്സ് വൈ വേണം, എഫ് വൈ എക്സ് വേണം. ഈ 4 സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, 1 by 1 ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ എഫ് എക്സും എഫ് വൈയും ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് ആദ്യമേ അങ്ങ് ചെയ്ത് വെച്ചേക്കാം. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ശരിയാണല്ലോ? സോ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x². എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് ഉള്ള ആൾ മാത്രം ഫംഗ്ഷൻ, ബാക്കിയുള്ള എല്ലാവരും എന്താണ്? കോൺസ്റ്റൻസ് ആണ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x². അപ്പോൾ അവിടെ y കോൺസ്റ്റൻ്റ് ആണ്. പ്ലസ് 2 ഇൻറ്റു എക്സിൻ ഡെറിവേറ്റീവ് 1. അപ്പോൾ അവിടെ y² കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ ആണേ? അതായത് 3x² പ്ലസ് 2y². ഇതാണ് നമ്മുടെ എഫ് എക്സ്. എഫ് വൈയും കൂടെ ഒന്ന് എടുത്ത് വെച്ചേക്കാം. എഫ് വൈ എന്ന് പറഞ്ഞാൽ എഫിനെ നമ്മൾ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഇപ്പോൾ എക്സ് ക്യൂബ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. ഇപ്പോൾ ഇൻറ്റു 1 ആയതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് 2x ഇൻറ്റു y² ഡെറിവേറ്റീവ് എന്താണ്? 2y ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ് വരിക? എക്സ് ക്യൂബ് പ്ലസ് 4xy എന്ന് വരും. അല്ല, ഈ 4xy. ഇപ്പോൾ എഫ് എക്സ് ആയി, എഫ് വൈ ആയി. ഇനി എന്ത് കണ്ടുപിടിക്കാം? എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കാം. അതായത് എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതിനെ ഒന്നും കൂടെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്? എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറെഡി എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? 3x² പ്ലസ് 2y². അതിനെ വീണ്ടും എക്സ് കൊണ്ട് എടുക്കുക. 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x, y കോൺസ്റ്റന്റ്, 2y² മൊത്തത്തിൽ കോൺസ്റ്റന്റ്, ഡെറിവേറ്റീവ് 0. ആൻസർ എന്ത് വരും? 6xy വരും ആൻസർ. അപ്പോൾ അതാണ് നമ്മുടെ എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിച്ചോട്ടെ. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം നമുക്ക്? എഫ് വൈ വൈ വേണം. എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതിനെ ഒന്നും കൂടെ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് 4xy ആണ്. അതിനെ ഒന്നും കൂടെ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് 4x ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ആൻസർ എന്തായി? 4x ആയി. ഓക്കെ ആണെന്ന് പ്രതീക്ഷിച്ചോട്ടെ. അപ്പോൾ എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ 6xy, എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എന്താണ് വരിക? 4x ആണ് ആൻസർ വരിക. ഓക്കെ ആണോ? എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ 6xy ആണ്. എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ 4x ആണ്. ഇനി ബാക്കിയുള്ള മിക്സഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നോക്കാം. ഇനി എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പോൾ 2 പേരായി. എഫ് എക്സ് എക്സ് ആയി, എഫ് വൈ വൈ ആയി. ഇനി എനിക്ക് എഫ് എക്സ് വൈ വേണം, എഫ് വൈ എക്സ് വേണം. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത് എന്തൊക്കെയാണ് വേണ്ടത്? എഫ് എക്സ് വൈ. എഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത ഉത്തരത്തിനെ y കൊണ്ടും കൂടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. 3x² പ്ലസ് 2y². അതിനെ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ അവിടെ 3x² കോൺസ്റ്റന്റ് ആണ്. വൈയുടെ ഡെറിവേറ്റീവ് 1 വരും. പ്ലസ് 2 ഇൻറ്റു y² ഡെറിവേറ്റീവ് എന്താണ്? 2y. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? 3x² പ്ലസ് 4y എന്നുള്ള രീതിയിലാണ് എനിക്ക് ആൻസർ വരിക. ശരിയാണല്ലോ?
3x² പ്ലസ് 4y എന്നുള്ള രീതിയിലാണ് ആൻസർ വരിക. അപ്പോൾ അതാണ് എഫ് എക്സ് വൈ. അപ്പോൾ അതുമായിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കാനുള്ളൂ. ആരാണ്? എഫ് വൈ എക്സ്. എഫ് വൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത ഉത്തരത്തിനെ x കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. ശരിയാണല്ലോ? y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത ഉത്തരം നമ്മുടെ കയ്യിലുണ്ട് x³ പ്ലസ് 4xy. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? x കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. x കൊണ്ട് എടുക്കുമ്പോൾ x³ ഡെറിവേറ്റീവ് 3x² പ്ലസ് 4y കോൺസ്റ്റന്റ് x ഡെറിവേറ്റീവ് 1 ആവും. അപ്പോൾ എന്താ വരുന്നത്? 3x² പ്ലസ് 4y എന്നാണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ ആണേ? അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് അഥവാ മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവിടെയും ഈക്വൽ ആയിട്ട് വരുന്നുണ്ടല്ലോ. എഫ് എക്സ് വൈ, അതാണ് ക്ലെയർഔട്ട്സ് തിയറം. നമ്മൾ നേരത്തെ പറഞ്ഞു എഫ് എക്സ് വൈ എന്ന് പറയുന്നത് 3x² പ്ലസ് 4y ആണ്. എഫ് വൈ എക്സ് എന്ന് പറയുന്നതും 3x² പ്ലസ് 4y ആണ്. അത് രണ്ടും എങ്ങനെ വന്നിട്ടുണ്ട്? ഈക്വൽ ആയിട്ട് വന്നിട്ടില്ലേ? ദെയർഫോർ നമുക്ക് എന്ത് പറയാം? എഫ് എക്സ്, ഇതവർ ചോദിച്ചിട്ടില്ല, എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ എക്സ് ആണെന്നുള്ള ഒരു ഒബ്സർവേഷൻ നമുക്കിവിടെ നടത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എടുത്ത് ചോദിക്കാറുമുണ്ട്. അതാണ് അത് ഒന്ന് പ്രാധാന്യം നൽകി പഠിക്കണമെന്ന് ഞാൻ എടുത്തു പറയുന്നത്. മിക്സഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. സോ അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 2x⁵ പ്ലസ് 5x പ്ലസ് 7y, ഷോ ദാറ്റ് മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 മാർക്ക് റേഞ്ചിനൊക്കെയാണ് ഈ ഒരു ചോദ്യം വരിക. മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണെന്ന് ഷോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ എക്സ് ആണെന്ന് തെളിയിച്ച് കാണിക്കണം. ഓക്കെ, ആദ്യമേ നമുക്ക് അതിനുവേണ്ടി എഫ് എക്സ് കണ്ടുപിടിക്കാം. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. x⁵ ഡെറിവേറ്റീവ് 5x⁴, y³ കോൺസ്റ്റന്റ് 5 ഇൻറ്റു എക്സിൻ ഡെറിവേറ്റീവ് 1, 7y കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. അപ്പോൾ ഈ 10 x⁴ y³ പ്ലസ് 5. ഇതാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? എഫ് എക്സ് കിട്ടുന്നത്. ഓക്കെ, എഫ് എക്സ് വൈ ആണ് വേണ്ടത്. അപ്പോൾ എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതിനെ അടുത്ത് എന്തുകൊണ്ട് എടുക്കണം? y കൊണ്ട് എടുക്കണം. അപ്പോൾ എഫ് എക്സ് വൈ ഒരു സൈഡ് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം. എഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത ആൻസർ എൻ്റെ കയ്യിലുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ 10x⁴ കോൺസ്റ്റന്റ്, y³ ഡെറിവേറ്റീവ് 3y² പ്ലസ് 5 കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. ആൻസർ എന്താണ്? 10 × 3 30 x⁴y² ആണ് ആൻസർ വരിക. അപ്പോൾ എന്തായിട്ടുണ്ട്? എനിക്ക് എഫ് എക്സ് വൈ ആയിട്ടുണ്ട്. ശരിയല്ലേ? ഇനി എനിക്ക് എഫ് വൈ എക്സ് കണ്ടുപിടിക്കണം. അപ്പം അതിനുവേണ്ടി ആദ്യമേ എഫ് വൈ കണ്ടുപിടിക്കണം. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ അവിടെ 2x⁵ കോൺസ്റ്റന്റ് ആണ്. y³ ഡെറിവേറ്റീവ് 3y². y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 5x കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0 പ്ലസ് 7 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. ഓക്കെ ആണേ? അപ്പോൾ എന്താ ആൻസർ വരുന്നത്? 23 6 x⁵ പ്ലസ് 7 എന്നാണ് ആൻസർ വരിക. അല്ലേ? പ്ലസ് 0 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുള്ളൂ? പ്ലസ് 7 ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? അപ്പോൾ 6x⁵y² പ്ലസ് 7 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ എഫ് വൈ എന്ന് പറയുന്നത്. ശരിയാണല്ലോ? നമുക്ക് എഫ് വൈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതിന് എക്സ് കൊണ്ടും കൂടി പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എഫ് വൈ എക്സ്, y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. ആ കിട്ടിയ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് കൊണ്ടും കൂടി പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 6 ഇൻറ്റു x⁵ ഡെറിവേറ്റീവ് 5x⁴, y² കോൺസ്റ്റന്റ് ആണ്, 7 ഡെറിവേറ്റീവ് 0. ഓക്കെ, അപ്പോൾ 30 x⁴ y². ഓക്കെ ആണേ? സോ എഫ് എക്സ് വൈയുടെ ആൻസറും 30 x⁴ y² ആയിരുന്നു. എഫ് വൈ എക്സിൻ്റെ ആൻസറും 30 x⁴ y² തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിയാണല്ലോ? സോ അപ്പോൾ അവിടെ ക്ലിയർലി നമുക്ക് എന്ത് പറയാൻ പറ്റി? എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ എക്സ്. ദെയർഫോർ എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ എക്സ്. ദെയർഫോർ മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യാം. മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ. മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് എങ്ങനെ കിട്ടി? ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ എന്താണ്? ഈക്വൽ. ക്ലിയർ ആണോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഈസി ടു സ്കോർ ആണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതും പ്രീവിയസ്ലി യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എൽ എൻ 4x മൈനസ് 7y. നോക്കിക്കേ, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ എൻ 4x മൈനസ് 7y ആണ്. ഷോ ദാറ്റ് മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ എന്താണ്? ഈക്വൽ. മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണെന്ന് കാണിക്കണം. അതായത് എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ എക്സ് ആണെന്ന് നമ്മൾ തെളിയിച്ച് കാണിക്കണം. ഇതാണ് നമ്മളോട് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ അല്ലേ? സോ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? എഫ് എക്സ് കണ്ടുപിടിക്കുക. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. പുറമേ നിൽക്കുന്ന ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് 1 വരും അല്ലേ? എൽ എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ 1/4x മൈനസ് 7y വരും. അകത്ത് നിൽക്കുന്ന ഫംഗ്ഷൻ 4x മൈനസ് 7y ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. 4xൻ്റെ ഡെറിവേറ്റീവ് 4 വരും. 7yയുടെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ് വരിക. സോ അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? 4 ഡിവൈഡഡ് ബൈ 4x മൈനസ് 7y. അപ്പോൾ ഇതാണ് എഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി എഫ് എക്സ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അതായത് എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യുക? വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ചെയ്ത് നോക്കാലോ. എന്താ വരിക? എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത ആൻസറിനെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. 4 കോൺസ്റ്റന്റ് ആണ്. പിന്നെ ജസ്റ്റ് 1/x ആയിട്ട് സങ്കല്പിച്ചാൽ 1/xന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് 1/x എന്ന് പറയുന്നത് മൈനസ് 1/x² ആണ് അല്ലേ? അപ്പോൾ അതുപോലെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ 1/4x മൈനസ് 7yയുടെ ഡെറിവേറ്റീവ് മൈനസ് 1/4x മൈനസ് 7yയുടെ സ്ക്വയർ ആണ്. ഇൻറ്റു അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അക്കോർഡിംഗ് ടു ചെയിൻ റൂൾ വിത്ത് റെസ്പെക്ട് ടു y. കാരണം y കൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ശരിയല്ലേ? ഇപ്പോൾ 4xന്റെ ഡെറിവേറ്റീവ് 0 ആവും. മൈനസ് 7 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 ആവും. ഓക്കെ, ഇപ്പോൾ 2 മൈനസ് ചേർന്ന് പ്ലസ് ആവും. 4 7 28 ഡിവൈഡഡ് ബൈ 4x മൈനസ് 7y² എന്ന് വരും നമുക്ക് ആൻസർ. 28 ഡിവൈഡഡ് ബൈ 4x മൈനസ് 7y² എന്നാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കണം? എഫ് വൈ എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ എഫ് വൈ കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എൽ എൻ 4x മൈനസ് 7y ആണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. എഫ് വൈ നോക്കിയാലോ. എഫിനെ നമ്മൾ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എഫിനെ നമ്മൾ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എഫ് വൈ ഇസ് ഈക്വൽ ടു പുറമേ ഉള്ളത് ലോഗരിതമിക് ഫംഗ്ഷൻ. അതിൻ്റെ ഡെറിവേറ്റീവ് 1/4x മൈനസ് 7y ഇൻറ്റു y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 4xൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 7 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് മൈനസ് 7/4x മൈനസ് 7y ആണ്. ഓക്കെ, ഇനി എഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് വൈ എക്സ്. ഇനി ഈ വൈനെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, വൈനെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എഫ് വൈ എക്സ് മൈനസ് 7 മാറ്റി നിർത്താം. 1/x ആയിട്ട് സങ്കല്പിച്ചാൽ 1/xന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1/x² ആണ് അല്ലേ? അപ്പം മൈനസ് 1/4x മൈനസ് 7yയുടെ സ്ക്വയർ വരും. ശരിയാണല്ലോ? ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം? അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിൾ ആണ്? എക്സ് ആണ് അല്ലേ? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഓക്കെ, അപ്പോൾ 4xന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 4 വരും. 7yയുടെ ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ. സോ ഫൈനലി ആൻസർ എന്താണ് വരിക? മൈനസ് ഇൻറ്റു മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. 4 7 28 ഡിവൈഡഡ് ബൈ 4x മൈനസ് 7y ഹോൾ സ്ക്വയർ. രണ്ടും സെയിം ആയിട്ട് വരുന്നുണ്ടോ നോക്കിക്കേ. 28 ഡിവൈഡഡ് ബൈ 4x മൈനസ് 7y ഹോൾ സ്ക്വയർ രണ്ടും എന്തായിട്ട് വരുന്നുണ്ട്? മിക്സഡ് ആയിട്ടുള്ള സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? രണ്ടും 28/4x മൈനസ് 7y ഹോൾ സ്ക്വയർ തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടുക. സോ അത് പ്രൂഫായല്ലോ. ദെർഫോർ നമുക്ക് എന്തെഴുതി കൺക്ലൂഡ് ചെയ്യാം? എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ എക്സ്. അതായത് മിക്സഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ ക്ലെയറോട്ട്സ് തിയറം ഈസ് സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സെറ്റല്ലേ? ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യും, അതിനകത്ത്
മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണ് എന്ന് തെളിയിച്ച് കാണിക്കുന്ന ചോദ്യം സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നോട്ട് പോവാം. നോക്കിക്കേ, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് വൈ പ്ലസ് ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ മിക്സഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണെന്ന് തെളിയിക്കാനാണ് ചോദ്യം. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, അതാണ് എഫ് വൈ എക്സ് എന്ന് പറയുന്നത്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്, അതിനെയാണ് എഫ് എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും സെയിം ആണെന്ന് തെളിയിച്ച് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പം ഈ നൊട്ടേഷൻ എടുക്കാം. സെക്കൻഡ് നൊട്ടേഷനാണ് ഇച്ചിരൂടെ, ഈ നൊട്ടേഷനിലേക്ക് മാറ്റി ഇച്ചിരി എളുപ്പമുണ്ടാവും. എഫ് വൈ എക്സ്, അപ്പോൾ ആദ്യമേ എഫ് വൈ കണ്ടുപിടിക്കുക. വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എക്സ് ക്യൂബ് അതേപോലെ തന്നെ ഇട്ടു. വൈയുടെ ഡെറിവേറ്റീവ് 1. ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ഉണ്ട്, അതിൻ്റെ ഇൻസൈഡ് പോളിനോമിയൽ ഫംഗ്ഷനും ഉണ്ട് അല്ലേ. അതിനെ വൈ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ തന്നെ. അകത്ത് നിൽക്കുന്ന ഫംഗ്ഷൻ എക്സ് വൈ സ്ക്വയർ, അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ അവിടെ എക്സ് കോൺസ്റ്റന്റ്, വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2y. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരുന്നത്? എക്സ് ക്യൂബ് പ്ലസ് 2xy ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ എന്നാണ് വരുന്നത്. ശരിയാണല്ലോ? എക്സ് ക്യൂബ് പ്ലസ് 2xy ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ. ഇനി എഫ് വൈ ആയിട്ടുണ്ട്. ഇനി എഫ് വൈ എക്സ് നോക്കാം. എഫ് വൈ എക്സ് എന്ന് പറഞ്ഞാൽ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത ആൻസർ നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. ആ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ അതിനകത്ത് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ പ്ലസ് 2y മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. എക്സും ഫംഗ്ഷനാണ്, ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയറും ഫംഗ്ഷനാണ്. ഫസ്റ്റ് ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇപ്പോൾ ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ സ്ക്വയർ കോൺസ്റ്റന്റ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആവും. പ്ലസ് സെക്കൻഡ് ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് ഈ 2y ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു 2 ഉണ്ട്, ഓൾറെഡി അവിടെ ഒരു വൈ സ്ക്വയർ ഉണ്ട്. വൈ സ്ക്വയറും വൈയും ചേർന്നിട്ട് വൈ ക്യൂബ് ആവും. പിന്നെ ഒരു എക്സ് ഉണ്ട്, വൈ ക്യൂബ് വരുന്നുണ്ട്. ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ പ്ലസ് 2y ഉള്ളിലേക്ക് വരുമ്പോൾ 2y ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമുക്ക് എന്തായിട്ട് വരുന്നുണ്ട്? എഫ് വൈ എക്സ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, എഫ് വൈ എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തിലേക്ക് വരണം? എഫ് എക്സ് വൈയിലേക്ക് വരണം. അത് രണ്ടും നമ്മൾ എന്താണെന്ന് കാണിക്കണം? സെയിം ആണെന്ന് തെളിയിച്ച് കാണിക്കണം. ഓക്കെ, എഫ് വൈ എക്സ് കിട്ടി. എഫ് എക്സ് വൈയും കൂടെ കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിച്ച് കാണിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക? എഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് കണ്ടുപിടിക്കുകയാണേ. എഫിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എഫ് ഒന്ന് എഴുതിയിട്ടേക്കാം. എഫ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് വൈ പ്ലസ് ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ. എഫ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് വൈ പ്ലസ് ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എന്താ നമ്മളിപ്പോൾ എടുക്കേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു എഫ് എക്സ് വൈ ആണ് നമ്മളിനി കണ്ടുപിടിക്കാനുള്ളത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആദ്യം എടുക്കണം അല്ലേ. നോക്കിക്കേ, ഇപ്പോൾ അവിടെ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ, വൈ കോൺസ്റ്റന്റ്, ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ തന്നെ. ഇൻസൈഡ് ഫംഗ്ഷൻ എക്സ് വൈ സ്ക്വയർ, അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. വൈ സ്ക്വയർ കോൺസ്റ്റന്റ്. ഓക്കെ, സോ അപ്പോൾ ആൻസർ കിട്ടുന്നത് ഇങ്ങനെയാണ്: 3x സ്ക്വയർ വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ എന്നുള്ള രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി എഫ് എക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് എക്സ് വൈ ആണ് അല്ലേ. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതിനെ വൈ കൊണ്ട് പാർഷ്യൽ, മിക്സഡ് ആണല്ലോ ചെയ്യേണ്ടത്. വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3x സ്ക്വയർ കോൺസ്റ്റന്റ്, വൈയുടെ ഡെറിവേറ്റീവ് 1 ആവും. പ്ലസ് വൈ സ്ക്വയറും ഫംഗ്ഷൻ, ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയറും ഫംഗ്ഷൻ, രണ്ട് ഫംഗ്ഷൻസ് പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം അല്ലേ. വൈ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ തന്നെ. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എക്സ് വൈ സ്ക്വയർ, അതിൽ എക്സ് കോൺസ്റ്റന്റ്, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y. ഓക്കെ, കാരണം വൈ കൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തത്. പ്ലസ് സെക്കൻഡ് ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2y. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ്
ഇതെന്താണ് വരിക? ഒരു 2 ഉണ്ട്, എക്സ് ഉണ്ട്, വൈ സ്ക്വയറും വൈയും കൂടെ വൈ ക്യൂബ് ആകും, ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ വരും, പ്ലസ് 2y ഉണ്ട്, ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത് എഫ് എക്സ് വൈ എന്ന് പറയുന്നത്. രണ്ടും സെയിം ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്യാം. രണ്ടും കൂടെ ഒറ്റ സ്ക്രീനിൽ കാണാം. യെസ്, കാണാം. ഇപ്പം കാണാം. എഫ് വൈ എക്സിന്റെ ആൻസർ നോക്കിക്കേ. എഫ് വൈ എക്സിന്റെ ആൻസർ നമുക്ക് കിട്ടിയത് ഇതാണ്: 3x സ്ക്വയർ പ്ലസ് 2x വൈ ക്യൂബ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ പ്ലസ് 2y ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ. എഫ് എക്സ് വൈയുടെ ആൻസർ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ് അല്ലേ? എഫ് എക്സ് വൈ എന്ന് പറയുന്നത് 3x സ്ക്വയർ പ്ലസ് 2x വൈ ക്യൂബ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ പ്ലസ് 2y ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ. രണ്ടും സെയിം ആണോ? രണ്ടും സെയിം ആണല്ലോ, ഒരു ഡിഫറൻസും ഇല്ലല്ലോ. 3x സ്ക്വയർ സെയിം. 2x വൈ ക്യൂബ് ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയറും 2x വൈ ക്യൂബ് ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയറും രണ്ടിടത്തും സെയിം ആയിട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് ടേം 2y ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ 2y ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ, അതും പക്ക. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി therefore എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ എക്സ് അല്ലേ? സോ മിക്സഡ് partial derivatives are equal. Clairaut's theorem is satisfied. Mixed partial derivatives are equal. ഇത് തെളിയിക്കാൻ ചോദിക്കാറുണ്ട്, കറക്റ്റായിട്ട് ചെയ്ത് പഠിച്ചോണേ. മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ എന്താണ്? മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്ത് പഠിക്കാം. മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ എന്നുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. സെറ്റ്. ഇനി ഒരു പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ് വെയർ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ. 2016 ഡിസംബറിന് KTU ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്നുള്ളത് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിച്ച് കാണിക്കണം. ഓക്കെ, സോ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറഞ്ഞാൽ അത് ഇസഡ് വൈ എക്സ് ആണ് അല്ലേ? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ അത് ഇസഡ് എക്സ് വൈ ആണ്. ഇത് രണ്ടും സെയിം ആണെന്ന് കാണിക്കണം. അതായത് ഇസഡ് വൈ എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് എക്സ് വൈ ആണെന്ന് തെളിയിച്ച് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. സോ അതിൻ്റെ പ്രൂഫാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇസഡ് ഒന്ന് എടുത്തെഴുതുക. ഇസഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ. 1 by 1 ആയിട്ട് ചെയ്യാം. ആദ്യമേ എനിക്ക് ഇസഡ് വൈ വേണം, ഇസഡ് വൈ എക്സ് വേണമല്ലോ. അപ്പോൾ ഇസഡ് വൈ ആദ്യം കണ്ടുപിടിക്കുക. എക്സ് സ്ക്വയർ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 ആവും. ഇസഡ് വൈ എക്സ്, വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതിനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഇസഡ് വൈ എന്നുള്ളത് എക്സ് സ്ക്വയർ ആണ്. അതിനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും. ഓക്കെ ആണേ? അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡായി ഇസഡ് വൈ എക്സ് ആയി. ഇനി ഇസഡ് എക്സ് വൈ വേണം. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ ആണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഇസഡ് എക്സ് കണ്ടുപിടിക്കുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, വൈ കോൺസ്റ്റന്റ്. ഇസഡ് എക്സ് വൈ വേണം അല്ലേ? ഇസഡ് എക്സിനെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ അവിടെ 2x കോൺസ്റ്റന്റ്, വൈയുടെ ഡെറിവേറ്റീവ് എന്താവും? 1 ആവും. രണ്ടും സെയിം ആയിട്ട് വരുന്നുണ്ടല്ലോ. 2x ശരിയല്ലേ? Therefore z yx is equal to zxy. Proof ആയല്ലോ. That implies dou square z by dou x dou y is equal to dou square z by dou y dou x. Okay. മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ എന്താണെന്ന് നമ്മൾ തെളിയിച്ച് കാണിച്ചു. ഈക്വൽ ആണ് എന്നുള്ള കാര്യം നമ്മൾ തെളിയിച്ച് കാണിച്ചു. സെറ്റാണേ. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ്. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. യെസ്, അടുത്തൊരു ഇക്വേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള രീതിയിൽ അവർ പരീക്ഷയ്ക്ക് പ്രീവിയസ്ലി ധാരാളമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താണ് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്? ഇസഡ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണെങ്കിൽ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. അതായത് ഇസഡിൻ്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും ഇസഡിൻ്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും. ആദ്യമേ
എക്സ് കൊണ്ട് വീണ്ടും എക്സ് കൊണ്ട്. അതാണ് സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇസഡ് എക്സ് എക്സ്, ഇസഡ് എക്സ് എക്സ് എന്ന് നൊട്ടേറ്റ് ചെയ്യാം, പ്ലസ് ഇസഡ് വൈ വൈ, അതായത് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ. ഇതിൻ്റെ ആൻസർ 0 കിട്ടുവാണെങ്കിൽ, എല്ലായ്പ്പോഴും ഇത് കിട്ടണം എന്നില്ല, ചില ഫംഗ്ഷൻസ് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇസഡുകളെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? ഇഫ് ഇസഡ് സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ then that z is called z satisfy ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയാം. അങ്ങനെ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാർമോണിക് ഫംഗ്ഷൻ. എന്ത് ഫംഗ്ഷനാണ്? ഹാർമോണിക് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പ്രധാനമായിട്ടും 2 രീതിയിൽ ഇവിടുന്ന് ചോദിക്കാം. ഒരു രീതി എന്താണ്? ഒന്നില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നേരിട്ട് അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ശരിയല്ലേ? ആ ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതൊരു പോസിബിലിറ്റിയാണ്. രണ്ടാമത്തെ പോസിബിലിറ്റി, ആ ഫംഗ്ഷൻ ഹാർമോണിക് ആണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹാർമോണിക് ആണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ എന്ത് തന്നെയാണ് വെരിഫൈ ചെയ്ത് നോക്കേണ്ടത്? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കേണ്ടത്. ഹാർമോണിക് ആണോ എന്ന് ചോദിച്ചാലും ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഹാർമോണിക് ഫംഗ്ഷൻ. ഇഫ് എ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ലാപ്ലേസ് ഇക്വേഷൻ then it is called ഹാർമോണിക് ഫംഗ്ഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കട്ടെ. യെസ്, ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ എങ്കിൽ, ഇതൊക്കെ യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഹാർമോണിക് ആണ്, അല്ലെങ്കിൽ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ എന്തായിരിക്കും അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ ഇസ് ഈക്വൽ ടു 0 ആണ് എന്ന് നമ്മൾ തെളിയിച്ച് കാണിച്ചാൽ മതി, അല്ലേ? എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ ഇസ് ഈക്വൽ ടു 0, അതായത് ഇത് തന്നെയാണ് ആക്ച്വലി എന്ത്? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസമില്ല അതിനകത്ത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ആൻസർ ചെയ്താലോ. സോ ഹിയർ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് സൈൻ വൈ ആണ്. എഫ് എക്സ് കണ്ടുപിടിക്കുക. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ, സൈൻ വൈ കോൺസ്റ്റന്റ്. എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കുക. വീണ്ടും ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ, സൈൻ വൈ കോൺസ്റ്റന്റ്. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി എഫ് വൈ കണ്ടുപിടിക്കുക. ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് എന്നുള്ള ഫംഗ്ഷനെ എന്ത് ചെയ്യുക? വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ വരും. ഓക്കെ ആണല്ലോ. എഫ് വൈ വൈ, എഫ് വൈനെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ, മൈനസ് ഇ റൈസ് ടു എക്സിൻ്റെ ഇപ്പുറത്ത് ആയിട്ടുണ്ട് കേട്ടോ. സോ ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 2. ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടെങ്കിൽ, എഫ് എക്സ് എക്സും എഫ് വൈ വൈയും കൂടെ ആഡ് ചെയ്ത് എനിക്ക് ഉത്തരം 0 കിട്ടുന്നുണ്ടെങ്കിൽ, എനിക്ക് ആ ഫംഗ്ഷനെ, എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ എനിക്ക് ഏത് പേരിട്ട് വിളിക്കാം? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനാണ്, അഥവാ ആ ഫംഗ്ഷൻ ഹാർമോണിക് ആണ്, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നെനിക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ആഡ് ചെയ്ത് നോക്കാം. കാണുമ്പോഴേ അറിയാം രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്. ആഡ് ചെയ്താൽ എന്തായി പൊക്കോളും? 0 ആയി പൊക്കോളും, അല്ലേ? അതായത് എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് സൈൻ വൈ പ്ലസ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ. സോ അവിടെ ആ 2 ടേംസും ക്യാൻസൽ ആയിപ്പോയി. എനിക്ക് ആൻസർ എന്ത് കിട്ടുന്നുണ്ട്? 0 കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻസർ 0 കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹാർമോണിക് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ അത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സിമിലർ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ, ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണോ എന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനെ നോക്കിക്കേ, ഒരു ഫംഗ്ഷൻ വന്നിട്ട് അവരെന്തോ ചോദിക്കുന്നത്? ഹാർമോണിക് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഹാർമോണിക് ആണോ എന്ന് ചോദിച്ചാലും നമ്മൾ എന്ത് തന്നെയാണ് ചെയ്യേണ്ടത്? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ എനിക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. ഈ ഇക്വേഷനെയാണ് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ആദ്യമേ ഞാൻ എന്ത് കണ്ടുപിടിക്കുക?
എഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ, സൈൻ വൈ കോൺസ്റ്റന്റ്, ഇ റൈസ് ടു വൈ കോൺസ്റ്റന്റ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, അപ്പം എനിക്ക് കിട്ടുന്ന ആൻസർ ഇ റൈസ് ടു എക്സ് സൈൻ വൈ പ്ലസും മൈനസും ചേർന്ന് മൈനസ് ഇ റൈസ് ടു വൈ സൈൻ എക്സ്. ഇതാണ് എഫ് എക്സ്. എഫ് എക്സ് എക്സ് എടുക്കുക, ഒന്നുകൂടെ എക്സ് കൊണ്ട് എടുക്കുക. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ, സൈൻ വൈ കോൺസ്റ്റന്റ് മൈനസ് ഇ റൈസ് ടു വൈ കോൺസ്റ്റന്റ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി എനിക്ക് എന്ത് വേണം? എഫ് വൈ വൈ വേണം. അപ്പം അതിനുവേണ്ടി ആദ്യമേ ഞാൻ എഫ് വൈ കണ്ടുപിടിക്കുകയാണ്. എഫിനെ ഞാൻ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. എഫ് നമ്മുടെ കയ്യിലുണ്ട്, ഇതാണ് ക്വസ്റ്റ്യൻ. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഓക്കെ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമേ തന്നെ നമ്മൾ എഫ് എക്സ് എന്ന് അറേഞ്ച് ചെയ്താണ്. എഫ് എക്സ് എക്സ് ഓക്കെ കറക്റ്റ് ആണ്. എഫ് വൈ കണ്ടുപിടിക്കുക. എഫിനെ നമ്മൾ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എഫ് മുകളിൽ നിൽക്കുന്ന ഫംഗ്ഷൻ ആണ്, ക്വസ്റ്റ്യൻ ആണ്. ഇ റൈസ് ടു എക്സ് സൈൻ വൈ പ്ലസ് ഇ റൈസ് ടു വൈ കോസ് എക്സ്. അതിനെ നമ്മൾ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ്, സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ പ്ലസ് ഇ റൈസ് ടു വൈയുടെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു വൈ തന്നെ, കോസ് എക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി എഫ് വൈ വൈ എടുത്തേ, ഒന്നും കൂടെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ പ്ലസ് ഇ റൈസ് ടു വൈയുടെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു വൈ തന്നെ, കോസ് എക്സ് കോൺസ്റ്റന്റ്. ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? ആഡ് ചെയ്ത് നോക്കുക. 0 കിട്ടിയാൽ രക്ഷപ്പെട്ടു. 0 കിട്ടുന്നുണ്ടോ എന്ന് ആദ്യമേ നോക്കി നോക്കാം. ഇ റൈസ് ടു എക്സ് സൈൻ വൈ മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ ക്യാൻസൽ ആയി പോകും. മൈനസ് ഇ റൈസ് ടു വൈ കോസ് എക്സ് പ്ലസ് ഇ റൈസ് ടു വൈ കോസ് എക്സ്. കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ഓക്കെ ആയി. 1ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ മതി. ഇനി ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 നമുക്ക് ലാപ്ലേസ് ഇക്വേഷൻ്റെ പ്രൂഫിലേക്കാണ് വരുന്നത് അല്ലേ? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്കത് വരുന്നുണ്ടോ എന്ന് നോക്കാം അല്ലേ? അതിനുവേണ്ടി എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ സീക്വൽ ടു, എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് സൈൻ വൈ മൈനസ് ഇ റൈസ് ടു വൈ കോസ് എക്സ്, എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ പ്ലസ് ഇ റൈസ് ടു വൈ കോസ് എക്സ്. ഇ റൈസ് ടു എക്സ് സൈൻ വൈ, ഇ റൈസ് ടു എക്സ് സൈൻ വൈ ക്യാൻസൽ, ഇ റൈസ് ടു വൈ കോസ് എക്സ്, ഇ റൈസ് ടു വൈ കോസ് എക്സ് ക്യാൻസൽ. സോ എനിക്ക് ആൻസർ എന്ത് വരുന്നുണ്ട്? 0 വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ദെർഫോർ എനിക്ക് എന്ത് കൺക്ലൂഡ് ചെയ്ത് എഴുതാം? എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ ഇസ് ഈക്വൽ ടു 0 ആണ്. ദെർഫോർ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന ഫംഗ്ഷൻസിനെയാണ് ഹാർമോണിക് ഫംഗ്ഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. ദെർഫോർ എഫ് ഈസ് എന്താണെന്ന് പറയാം? ഹാർമോണിക്. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെയുള്ള ഫംഗ്ഷനാണ്? ഹാർമോണിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഓക്കെ ആണല്ലോ, സംഭവം സെറ്റാണേ. ഇതെല്ലാം തന്നെ പ്രീവിയസ്ലി എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇതെല്ലാം തന്നെ പ്രീവിയസ്ലി എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ് ഹയർ ഓർഡർ എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ഓർഡർ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അതിന് മുകളിലോട്ട് പോയാൽ മതി. അതിന് മുകളിലോട്ട് വേണമെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം അല്ലേ? ഡോ എഫ് ബൈ ഡോ എക്സ്, അതിനെ നമുക്ക് വേണമെങ്കിൽ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ അതെന്തായി? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ആയി. ഈ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയറിനെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം. ഡോ ബൈ ഡോ വൈ എടുക്കാം അല്ലേ? അപ്പോൾ അതെന്തായി? ഡോ ക്യൂബ് എഫ് ബൈ ഡോ വൈ ഡോ എക്സ് സ്ക്വയർ ആയി. ശരിയാണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നതിനെയാണ് സെക്കൻഡ് ഓർഡറിൽ നിന്ന് ഒരു ഓർഡറും കൂടെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതെന്തായി? അത് ഹയർ ഓർഡർ ആയി. ഹയർ ഓർഡർ ആണ്. സെക്കൻഡ് ഓർഡർ ഈസ് ഒബ്വിയസ്ലി ഹയർ ഓർഡർ, ഫസ്റ്റ് ഓർഡർ അല്ലല്ലോ. എബവ് സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ വരെയൊക്കെയാണ് മാക്സിമം ചോദിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് ഒരു ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തേർഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനാണ് 3-4 ഓപ്ഷൻസ്, 3-4 ചോദ്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. സോ തന്നിട്ടുള്ള എഫ് ഒന്ന് എടുത്തെഴുതാണ്. എഫ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് വൈ റൈസ് ടു 5 മൈനസ് 2x സ്ക്വയർ വൈ പ്ലസ് എക്സ് എന്നുള്ളതാണ് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ ഞാൻ ആദ്യമേ ഫസ്റ്റ് ചോദ്യം എടുക്കുകയാണ്. എഫ് എക്സ് വൈ വൈ ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം അതിനുവേണ്ടി ആദ്യമേ എഫ് എക്സ് എടുക്കാം. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ
വൈ റൈസ് ടു 5 കോൺസ്റ്റൻറ്റ്, 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, വൈ കോൺസ്റ്റൻറ്റ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 3x² വൈ റൈസ് ടു 5 മൈനസ് ഈ 2 4xy പ്ലസ് 1. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എഫ് എക്സിൽ കൂടെ കിട്ടിയ ആൻസറിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അതാണ് എഫ് എക്സ് വൈ. സോ അവിടെ 3x² കോൺസ്റ്റൻറ്റ്, വൈ റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് 5y റൈസ് ടു 4 മൈനസ് 4x കോൺസ്റ്റൻറ്റ്, വൈയുടെ ഡെറിവേറ്റീവ് 1, 1 കോൺസ്റ്റൻറ്റ്, ഡെറിവേറ്റീവ് 0. അപ്പോൾ ആൻസർ എന്താണ്? 15x² വൈ റൈസ് ടു 4 മൈനസ് 4x എന്നുള്ള രീതിയിലാണ് എനിക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഇതാണ് എഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ഓക്കെ ആണേ. ഇനി എഫ് എക്സ് വൈ വൈ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് വൈനെ ഒന്നും കൂടെ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, എഫ് എക്സ് വൈ വൈ കണ്ടുപിടിക്കാനാണ് അവർ പറയുന്നത്. ചെയ്ത് നോക്കാലോ. എഫ് എക്സ് വൈ വൈ, അതായത് എഫ് എക്സ് വൈ കയ്യിലുണ്ട്, അതിനെ എന്ത് ചെയ്യുക? ഒന്നും കൂടെ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ അവിടെ 15x² കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, 15x² കോൺസ്റ്റൻ്റ് ആണ്. വൈ റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4y³. ഓക്കെ ആണല്ലോ. y കൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ 4xൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ആൻസർ എന്താ? 4 20 0 ശിഷ്ടം 2 4 2 6 60x² y³ ആണ് എനിക്ക് ആൻസർ കിട്ടുക അല്ലേ. എഫ് എക്സ് വൈ വൈയുടെ ആൻസർ എത്രയാണ് കിട്ടുക? 60x² y³ ആണ് എനിക്ക് ആൻസർ കിട്ടുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ എനിക്ക് എന്തായി? എഫ് എക്സ് വൈ വൈ ആയി. സെറ്റാണേ. ഇനി അടുത്ത അവർ ചോദിക്കുന്നത് എഫ് എക്സ് വൈ എക്സ് ആണ് അല്ലേ. അടുത്ത അവർ കണ്ടുപിടിക്കാൻ പറയുന്നത് എഫ് എക്സ് വൈ എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അതിനകത്ത് ഈ എഫ് എക്സ് വൈ വരെയുള്ള ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. ശരിയാണല്ലോ. എഫ് എക്സ് വൈ വരെയുള്ള ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. ആ ആൻസർ ആരാന്ന് പറഞ്ഞേ? എഫ് എക്സ് വൈ വരെയുള്ള ആൻസർ ആരാണ്? വേണ്ട, തൊട്ട് മുകളിൽ കിടപ്പുണ്ട്. ഇത് ഈ കാണുന്ന ആൻസർ അതാണ് എഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ശരിയാണല്ലോ. എഫ് എക്സ് വൈ എന്ന് പറയുന്നത് അതാണ്. അത് നമ്മുടെ കയ്യിലുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്നും കൂടെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ എഫ് എക്സ് വൈ എക്സ് ആയി. അപ്പോൾ 15 ഇൻറ്റു തൊട്ട് മേളിലുള്ള ഫംഗ്ഷനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. x²ൻ്റെ ഡെറിവേറ്റീവ് 2x, വൈ റൈസ് ടു 4 കോൺസ്റ്റൻറ്റ്, 4 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ എന്താണ്? 30x വൈ റൈസ് ടു 4 മൈനസ് 4 ആണ് ആൻസർ വരിക. ഓക്കെ ആണോ? 30x വൈ റൈസ് ടു 4 മൈനസ് 4 ആണ് ആൻസർ വരിക. നിങ്ങൾ കമൻറ്റിലും കൂടെ ഒക്കെ ഒന്ന് ആക്റ്റീവായിട്ട് ഇരിക്കണം കേട്ടോ. നിങ്ങൾ ആൻസർ കിട്ടുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണം. സോ ആൻസർ വരുന്നത് 30x വൈ റൈസ് ടു 4 മൈനസ് 4. യെസ്. അടുത്ത നോക്കിയാലോ. കറക്റ്റാണ്. യെസ്, സെറ്റ്. ഇനി ഒരെണ്ണം കൂടെ അവർ ചോദിക്കുന്നുണ്ട് അല്ലേ. ഒരു പാർഷ്യൽ ഡെറിവേറ്റീവും കൂടെ അവർ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തേക്കാൻ. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആൻസർ ഒക്കെ ആയിട്ട് എഫ് എക്സ് വൈ വൈ എന്ന് പറയുന്നത് യെസ്. ഓക്കെ, സെറ്റ്. ഒരെണ്ണം കൂടെ അങ്ങാണ്ട് ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. ഏതായിരുന്നു? എഫ് ട്രിപ്പിൾ വൈ അല്ലെ. എഫ് വൈ 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 ചോദിക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ചെയ്യാലോ. അത് ജസ്റ്റ് ഞാൻ ഹോംവർക്കായിട്ട് തന്നോട്ടെ. എഫ് വൈ 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 ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? എഫ് വൈ കണ്ടുപിടിക്കുക. ആ കിട്ടുന്ന ആൻസറിനെ ഒന്നും കൂടെ വൈ കൊണ്ടെടുക്കുക. ആ എഫ് വൈ വൈ ആയി. ആ ആൻസറിനെ ഒന്നും കൂടെ വൈ കൊണ്ടെടുക്കുക അല്ലേ. അപ്പോൾ എഫ് ട്രിപ്പിൾ വൈ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. നമ്മൾ ഇതുവരെ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. KTU പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്ത് പഠിച്ചോണം കേട്ടോ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f of xy is equal to 2 tan inverse y by x satisfy Laplace equation. ഈ ഫംഗ്ഷൻ 2 tan inverse f എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 2 tan inverse y by x എന്നുള്ള ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ തെളിയിച്ച് കാണിക്കണം. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് തെളിയിച്ച് കാണിക്കണം. ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ ഇസ് ഈക്വൽ ടു 0 ആണ് എന്ന് നമ്മൾ തെളിയിച്ച് കാണിക്കണം.
ഓക്കെ, നമുക്കത് തെളിയിക്കുന്ന പരിപാടിയിലേക്ക് കടന്നാലോ. അപ്പോൾ ആദ്യമേ അതിനു വേണ്ടി എഫ് എക്സ് കണ്ടുപിടിക്കുക. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. വേണമെങ്കിൽ ഇത് സോൾവ് ചെയ്യും. 2 tan ഇൻവേഴ്സ് എക്സിന് tan ഇൻവേഴ്സ് 2x/1 - x² എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് സോൾവ് ആക്കുന്നതിലും ഭേദം വേണ്ട, നേരിട്ട് അങ്ങ് എടുക്കാം. എഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് കൊണ്ട് പാർഷ്യൽ 2 കോൺസ്റ്റന്റ് ആണ്. tan ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x². എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ y/x ആണ്. അത് സ്ക്വയർ എടുക്കുമ്പോൾ y²/x² എന്ന് വരും. ഓക്കെ, ഇൻറ്റു ഉള്ളിൽ നിൽക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഉള്ളിൽ നിൽക്കുന്ന y/x ആണ്, അവിടെ y കോൺസ്റ്റന്റ് ആണ്. 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x². ഓക്കെ ആണേ. സോ ഇതെന്താണ് വരിക, ഒന്ന് സോൾവ് ആക്കാം. 2 × 1 താഴെ ക്രോസ് ചെയ്താൽ x² + y²/x² ഇൻറ്റു -y/x². ആ x² ക്യാൻസൽ ചെയ്യാം. -2y ഡിവൈഡഡ് ബൈ x² + y² എന്ന് വരും. അതാണ് എഫ് എക്സ്. ഇനി എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് എക്സ് ഒന്നും കൂടെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ -2y കോൺസ്റ്റന്റ് ആണ്. 1/x² + y². 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x². അപ്പോൾ -1/x² + y²ൻ്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇൻസൈഡ് നിൽക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇൻസൈഡ് നിൽക്കുന്ന x² + y² ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. x² ഡെറിവേറ്റീവ് 2x വരും, y² ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ബോദർ ചെയ്യുന്നില്ല. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2 × 2 4 ആവും. xy ഡിവൈഡഡ് ബൈ x² + y² ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എഫ് എക്സ് എക്സ് ആയി. ഓക്കെ ആണല്ലോ. ഇനി എനിക്ക് എഫ് വൈ വൈ വേണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ ഞാൻ എഫ് വൈ കണ്ടുപിടിക്കാം. എഫ് എന്നുള്ളത് 2 tan ഇൻവേഴ്സ് y/x. ഒന്ന് സൈഡിലൊന്ന് എഴുതിയിട്ടോട്ടെ. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 tan ഇൻവേഴ്സ് y/x ആണ്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നു, എഫ് വൈ കണ്ടുപിടിക്കുന്നു. y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് 2 × tan ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + y²/x² ഇൻറ്റു ഉള്ളിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y. അപ്പോൾ അവിടെ 1/x കോൺസ്റ്റന്റ് ആണ്, y-യുടെ ഡെറിവേറ്റീവ് 1 ആവും. ഓക്കെ, സോ 2 × 1 ക്രോസ് ചെയ്താൽ x² + y²/x² ഇൻറ്റു 1/x. ഓക്കെ ആണേ. അപ്പോൾ എനിക്കിവിടെ ഒരു എക്സും സ്ക്വയറും കൂടെ കട്ട് ചെയ്യാം. താഴെയുള്ള എക്സ് മുകളിലേക്ക് വന്നാൽ 2x ഡിവൈഡഡ് ബൈ x² + y² എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് എഫ് വൈ. എനിക്ക് എഫ് വൈ വൈ ആണ് വേണ്ടത് അല്ലേ. ഈ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത ആ ആൻസറിനെ ഒന്നും കൂടെ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. ഇപ്പം ന്യൂമറേറ്ററിലുള്ള 2x കോൺസ്റ്റന്റ് ആണ്. 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x², അതായത് x² + y²ൻ്റെ ഹോൾ സ്ക്വയർ. ഇൻസൈഡ് നിൽക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇനി എടുക്കേണ്ടത്. ഇൻസൈഡ് നിൽക്കുന്ന ഫംഗ്ഷൻ x² + y², അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y. അപ്പോൾ x²ൻ്റെ ഡെറിവേറ്റീവ് 0, y²ൻ്റെ ഡെറിവേറ്റീവ് 2y വരും. അപ്പോൾ ഒരു മൈനസ് ഉണ്ട്, 2 × 2 4 ഉണ്ട്, x ഉണ്ട്, y ഉണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ x² + y² ദ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് എനിക്ക് ആൻസർ വരുന്നുണ്ട്. ഇതാണ് എഫ് വൈ വൈ. സോ എഫ് എക്സ് എക്സ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണോ നോക്കിക്കേ. 4xy/x² + y²ൻ്റെ ഓപ്പോസിറ്റ് ആണ്, ശരിയല്ലേ. 4xy/x² + y². അതിൻ്റെ നെഗറ്റീവ് ആണ് എനിക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും എന്ന് നമുക്കറിയാം, 0 വരും. ശരിയാണല്ലോ. ഒബ്വിയസ്ലി അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് 0 വരും. എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ ഒന്ന് എടുത്ത് നോക്കിക്കേ. എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ ഇസ് ഈക്വൽ ടു എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരുന്നു, 4xy/x² + y² ഹോൾ സ്ക്വയർ. 4xy/x² + y² ദ ഹോൾ സ്ക്വയർ. എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ -4xy/x² + y² ദ ഹോൾ സ്ക്വയർ. സോ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടേംസ് ആണ്. അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് ആൻസർ എന്തിലേക്ക് വരുന്നുണ്ട്, 0യിലേക്ക് വരുന്നുണ്ട്. സോ അപ്പോൾ അവിടെ എന്ത് സാറ്റിസ്ഫൈ ആണെന്ന് എനിക്ക് മനസ്സിലായി, ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അല്ലേ. സാറ്റിസ്ഫൈ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് തെളിയിക്കാനാണ് ചോദ്യം. ഓക്കെ, ഒബ്വിയസ്ലി ദെയർഫോർ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യാം അല്ലേ. ദെയർഫോർ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. ലാപ്ലേസ് ഇക്വേഷൻ എന്തായി, സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, ഇനി നമുക്ക് സിലബസിൽ നെക്സ്റ്റ് പഠിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ചെയിൻ റൂൾ ഫോർ ഡെറിവേറ്റീവ്സ് ആണ്. ചെയിൻ റൂൾ ഫോർ
പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഉണ്ട്, ചെയിൻ റൂൾ ഫോർ ഡയറക്റ്റ് ഡെറിവേറ്റീവ്സും ഉണ്ട്. ഓക്കെ, ആ ചെയിൻ റൂൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് നോക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയിൻ റൂളിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ചെയിൻ റൂൾ ആകുമ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനിയിപ്പോൾ ഇതേപോലെ ഒരു 1 hour ഡ്യൂറേഷനിൽ നമ്മൾ റെഗുലറായിട്ട് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മുഴുവൻ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. എൻ്റെ കയ്യിൽ ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇസഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് മൾട്ടി വേരിയബിൾ ഡിപ്പെൻഡൻസ് ആണ്. എക്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മറ്റൊരു വേരിയബിൾ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി, എക്സ് എന്നുള്ളത് ഒരു എക്സ് ഓഫ് ടി ആണ്, വൈ എന്ന് പറഞ്ഞാൽ ഒരു വൈ ഓഫ് ടി ആണ് എന്ന് വിചാരിക്കുക. എക്സ് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വൈ മറ്റൊരു വേരിയബിൾ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സും വൈയും ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇസഡ് എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു ട്രീ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ചെയിൻ റൂൾ ട്രീ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസഡ് എന്ന് പറയുന്നത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വൈൻ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. എപ്പോഴും ആലോചിക്കുക, മൾട്ടി വേരിയബിൾ ഡിപ്പെൻഡൻസിലേക്ക് പോകുമ്പോൾ എനിക്ക് പാർഷ്യാലിറ്റി കാണിക്കണം. പാർഷ്യൽ ഡെറിവേറ്റീവേ എനിക്ക് അവിടെ എടുക്കാൻ പറ്റുള്ളൂ. യൂണിവേരിയറ്റ് ഡിപ്പെൻഡൻസ്, ഒരൊറ്റ വേരിയബിളിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ പാർഷ്യാലിറ്റിയുടെ ആവശ്യമില്ല. അവിടെ നേരിട്ട് ഡെറിവേറ്റീവ്, അവിടെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് d/dx. പാർഷ്യാലിറ്റി വരുന്നിടത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് മൾട്ടി വേരിയബിൾ ഡിപ്പെൻഡൻസിലേക്ക് വരുന്ന സമയത്ത് ഡോ/ഡോ എക്സ്. ഡോ/ഡോ വരുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ കേസിൽ, മൾട്ടി വേരിയബിൾ ഡിപ്പെൻഡൻസ് വരുന്ന കേസിൽ, ഒന്നിലധികം വേരിയബിൾസ് ഫംഗ്ഷനായിട്ട് വരുന്ന കേസ്, ഒന്നിലധികം വേരിയബിൾസിനെ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസിൽ, ഒരൊറ്റ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളെങ്കിൽ അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ സാധ്യതയില്ല. വി ഷുഡ് ഗോ വിത്ത് ഡയറക്റ്റ് ഡെറിവേറ്റീവ് ഓൺലി. ഓക്കെ അല്ലേ? സോ അപ്പോൾ നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം ഇസഡ് 2 വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ/ഡോ എക്സ്, ഡോ/ഡോ വൈ എന്നാണ് എടുക്കേണ്ടത്. എക്സ് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അപ്പോൾ അവിടെ dx/dt. വൈ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അപ്പോൾ അവിടെ dy/dt. അവിടെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വരുന്ന ചോദ്യം dz/dt, ഡയറക്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ടി ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. അപ്പം ടിയിലേക്ക് വരാൻ 2 വഴികളുണ്ട്. ഏതൊക്കെയാണ്? ഇസഡിൽ നിന്ന് എക്സിലോട്ട് വന്നിട്ട് ടിയിലോട്ട് വരാം. ഡോ/ഡോ എക്സ് ഇൻറ്റു dx/dt. ആൻസർ തീരുന്നില്ല. പ്ലസ് അടുത്ത ടിയിലേക്ക് എങ്ങനെയാണ് വരിക? ഡോ/ഡോ വൈ ഇൻറ്റു dy/dt. ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ചെയിൻ റൂൾ. ചെയിൻ റൂൾ പ്രകാരം എങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഫോർമുലയാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആണോ? ഇത് 2 വേരിയബിൾസ് വരുന്ന കേസിൽ ഇതേ ഫോർമുല തന്നെ നമുക്ക് എങ്ങനെയും പഠിക്കാനുണ്ട്, 3 വേരിയബിൾസ് വരുന്ന കേസിലും പഠിക്കാനുണ്ട്. ഓക്കെ, 3 വേരിയബിൾസ് വരുന്ന കേസിൽ നോക്കാം. ഇതേ ലോജിക്ക് തന്നെയാണ് അവിടെ ഉപയോഗിക്കുക. ലോജിക്കിനൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. 3 വേരിയബിൾ വരിക എന്ന് പറഞ്ഞാൽ w എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കാം. w ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, w ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് നോക്കാം നമുക്ക്. w ഇനി എക്സ് ഒരു അനദർ വേരിയബിൾ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എക്സ് ഇസ് ഡിപ്പെൻഡിങ് അപ്പോൺ എ ഫംഗ്ഷൻ ഓഫ് ടി. എക്സ് എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ആണ്. വൈ എന്ന് പറയുന്നത് അനദർ ഫംഗ്ഷൻ ഇൻ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇസഡ് ആൻഡ് അനദർ ഫംഗ്ഷൻ ഇൻ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ഓഫ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം? 3 വേരിയബിൾ വരുന്ന കേസിൽ w എന്ന് പറയുന്നത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇസഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വൈ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇസഡും ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരൊറ്റ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുള്ളൂ? ഡയറക്റ്റ് ഡെറിവേറ്റീവേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഒന്നിലധികം വേരിയബിളിലേക്ക് ഡിപ്പെൻഡൻസ് പോകുമ്പോൾ അവിടെ എല്ലാം തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഇത് ഡയറക്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ചെയിൻ റൂളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനുള്ള ചെയിൻ റൂൾ വേറെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതായത് അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ എക്സ് വീണ്ടും വ്യത്യസ്തമായ 2 വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ എക്സ് യുവിനെയും വിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു,
വൈയും ഒരു യുവിനെയും വിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇസഡും ഒരു യുവിനെയും വിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും പാർഷ്യൽ ഡെറിവേറ്റീവ് അനാലിസിസ് ആയിരിക്കും. അവിടെ ഒരു ഡയറക്റ്റ് ഡെറിവേറ്റീവ് വരുന്നതേ ഇല്ല, കാരണം എല്ലാം മൾട്ടി വേരിയബിൾ ഡിപ്പെൻഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ പഠിക്കുന്നത് ചെയിൻ റൂൾ ഫോർ ഡയറക്റ്റ് ഡെറിവേറ്റീവ്. അതായത് ഡബ്ല്യു നേരിട്ട് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് കുറച്ച് ഇടനിലക്കാരുണ്ട്, അവരെയൊക്കെ പാർഷ്യൽ ഡെറിവേറ്റീവ് വഴിയാണ് നമുക്ക് വരുന്നത്. അതായത് ഡി ഡബ്ല്യു ബൈ ഡി ടി കണ്ടുപിടിക്കാനായിരിക്കും നമ്മുടെ ചോദ്യം. അതിൻ്റെ ഫോർമുലയാണ് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഡബ്ല്യു 3 വേരിയബിളിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് തന്നെ ഡബ്ല്യുവിൻ്റെ വഴികളിലെല്ലാം, ഡബ്ല്യുവിൽ നിന്ന് നെക്സ്റ്റ് വേരിയബിളിലേക്ക് പോകുന്ന വഴികളിലെല്ലാം തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഇവിടെ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഇവിടെ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഇവിടെ ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് എക്സിൽ നിന്ന് ടിയിലേക്ക് പോകുമ്പോൾ ഡയറക്റ്റ് ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി ടി. നോക്കിക്കേ, ഡി എക്സ് ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി, ഡി സെഡ് ബൈ ഡി ടി. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഡി ഡബ്ല്യു ബൈ ഡി ടിക്ക് നമുക്കൊരു ഫോർമുല എഴുതാം. എന്താണ്? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ്, ഇനി വൈയിലേക്ക് വന്ന് അവിടുന്ന് ടിയിലേക്ക്, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി. ഇതാണ് 3 വേരിയബിൾസ് വരുന്ന കേസിലുള്ള ഫോർമുല. അപ്പോൾ 2 വേരിയബിൾസ് വരുന്ന കേസിലുള്ള ഫോർമുലയും ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ 3 വേരിയബിൾസ് വരുന്ന കേസിലുള്ള ഫോർമുലയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? മസ്റ്റായിട്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കണം. സംഭവം സെറ്റാണെന്ന് പ്രതീക്ഷിച്ചോട്ടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി പഠിച്ചോണേ. 3 വേരിയബിൾസ് വരുന്ന രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. 2 വേരിയബിൾസ് വരുന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരുപാട് പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിക്കേ, ഇസഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ ആണ്. അതേപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്, വൈ എന്ന് പറയുന്നത് ടി ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ഇസഡ് ബൈ ഡി ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇസഡ് 2 വേരിയബിൾസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇസഡ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇസഡ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇസഡ് വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വൈയും ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്താ വേണ്ടേ? ഡി ഇസഡ് ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഡി ഇസഡ് ബൈ ഡി ടി നമ്മൾ ഫോർമുലയൊക്കെ പഠിച്ചല്ലോ. എങ്ങനെയാണ് ഡി ഇസഡ് ബൈ ഡി ടിയിലേക്ക് വരിക? ശ്രദ്ധിച്ചിരിക്കണേ. ഡി സെഡ് ബൈ ഡി ടിയിലേക്ക് എങ്ങനെയാണ് വരിക? ആദ്യമേ എക്സഡിൽ നിന്ന് എക്സിലേക്ക് പോകുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഡോ സെഡ് ബൈ ഡോ എക്സ്. ശ്രദ്ധിച്ചിരിക്കുക. ഡോ ഇസഡ് ബൈ ഡോ എക്സ്, ഇവിടെ ഡോ ഇസഡ് ബൈ ഡോ വൈ. എക്സിൽ നിന്ന് ടിയിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് ഡി എക്സ് ബൈ ഡി ടി, വൈയിൽ നിന്ന് ടിയിലേക്ക് വരുമ്പോഴും ഡയറക്റ്റ് ഡി വൈ ബൈ ഡി ടി. ഓക്കെ, ഇനി ആ ഫോർമുല എന്ന് പറഞ്ഞേ, ഡി ഇസഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ ആണല്ലോ. സോ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 by 1 ആയിട്ട് ഓരോന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ അത് മെയിൻ ഫോർമുല എഴുതി ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 കൊടുത്ത് ഞാൻ ഇടുന്നുണ്ട്. ഹിയർ ഇസഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ ആണ്. അപ്പോൾ എനിക്ക് ഡോ ഇസഡ് ബൈ ഡോ എക്സും വേണം, ഡോ ഇസഡ് ബൈ ഡോ എക്സും വേണം, ഡോ ഇസഡ് ബൈ ഡോ വൈയും വേണം. ഡോ ഇസഡ് ബൈ ഡോ എക്സ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, വൈ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ കോൺസ്റ്റൻറ്റ്, വൈയുടെ ഡെറിവേറ്റീവ് 1 ആവും. അപ്പോൾ അത് രണ്ടും ആയല്ലോ. ഇനി ഡി എക്സ് ബൈ ഡി ടിയും വേണം, ഡി വൈ ബൈ ഡി ടിയും വേണം. എക്സ് എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്.
ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t. ഓക്കെ, വൈ എന്ന് പറയുന്നത് ടി ക്യൂബ് ആണ്. ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3t സ്ക്വയർ. അപ്പോൾ ഈ കിട്ടിയ ആൻസേഴ്സ് എല്ലാം ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. അവന്മാരെ എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ കിട്ടിയ ആൻസേഴ്സ് എല്ലാം തന്നെ ഞാൻ എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇക്വേഷൻ നമ്പർ 1 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണേ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക എന്ന് പറഞ്ഞേ, ഡി ഇസഡ് ബൈ ഡി ടി ഈക്വൽ ടു dz by dt is equal to, നോക്കിക്കേ, ഡോ z by ഡോ x എന്ന് പറഞ്ഞാൽ 2xy ഇൻറ്റു dx by dt എന്ന് പറഞ്ഞാൽ 2t പ്ലസ്, നോക്കിക്കേ, ഡോ z by ഡോ y എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു, അടുത്ത എന്താ, ഡി വൈ ബൈ ഡി ടി. ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 3t സ്ക്വയർ. ഓക്കെ ആണേ. സോ ഇത് ചെയ്യുമ്പോൾ ആൻസർ എന്താ വരുന്നത്, ഈ രണ്ട് 4xy t പ്ലസ് 3x സ്ക്വയർ ടി സ്ക്വയർ എന്നാണ് ആൻസർ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, യൂണിവേരിയറ്റ് ഡിപ്പെൻഡൻസ് ആണ്, ടിയിലേക്ക് മാത്രം ഉത്തരം കൊണ്ടുവരണം. കാരണം വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എക്സിനും വൈക്കും ആ ടിയിലുള്ള സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ നമ്മൾ ഇതിലേക്ക് കൊടുക്കണം. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എക്സ് ടി സ്ക്വയർ ആണ്, വൈ ടി ക്യൂബ് ആണ്. അതും കൂടി ഇവിടേക്ക് കൊടുക്കണം. എക്സ് എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ്, വൈ എന്ന് പറയുന്നത് ടി ക്യൂബ് ആണ്. അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക എന്ന് പറഞ്ഞേ, ശ്രദ്ധിച്ചിരിക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സിന് പകരം ടി സ്ക്വയർ ഇൻറ്റു വൈക്ക് പകരം ടി ക്യൂബ് ഇൻറ്റു ടി പ്ലസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയറിൻ്റെ സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, സോ 4 ഇൻറ്റു ടി സ്ക്വയറും ടി ക്യൂബും ടി റൈസ് ടു 5 ആണ്, ടി റൈസ് ടു 5ഉം ടിയും ടി റൈസ് ടു 6 ആണ്, പ്ലസ് 3 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി റൈസ് ടു 4 ആണ്, ഇൻറ്റു എന്തുണ്ട്, ടി സ്ക്വയർ. അതായത് 4 ടി റൈസ് ടു 6 പ്ലസ് 3 ടി റൈസ് ടു 4ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ 6. ഓക്കെ, 4 ടി റൈസ് ടു 6 പ്ലസ് 3 ടി റൈസ് ടു 6. 4 ടി റൈസ് ടു 6ൻ്റെ കൂടെ 3 ടി റൈസ് ടു 6 കൂട്ടിക്കഴിഞ്ഞാൽ 4 3 7 ടി റൈസ് ടു 6 ആണ് എനിക്ക് ആൻസർ വരിക. 7 ടി റൈസ് ടു 6 ഈസ് ദ കറക്റ്റ് ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ് വരിക, 7 ടി റൈസ് ടു 6. ക്ലിയർ ആണോ? ഇത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഒരുപാട് പ്രാവശ്യം യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇസഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ, എക്സ് എന്ന് പറയുന്നത് ടി സ്ക്വയർ, വൈ എന്ന് പറയുന്നത് ടി ക്യൂബ് ആണെങ്കിൽ ഡി ഇസഡ് ബൈ ഡി ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്തായിരിക്കും, 7 ടി റൈസ് ടു 6 ആയിരിക്കും എനിക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയിൻ റൂളിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചെയിൻ റൂളിന് എന്തായാലും എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെയധികം പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ.